ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നേരുക. ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ മുമ്പിൽ തൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു കാനാങ്കാരിയെ കാണുന്നുണ്ട്. ഈശോ ഒട്ടും ഗൗനിക്കാത്ത രീതിയിലാണ് പോവുക. ശിഷ്യന്മാർ ഇടപെടുന്നുണ്ട്. ഈശോ തർക്കോത്തരം എന്ന പോലെ ഉത്തരം കൊടുക്കുക, അതിലൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. ആ സ്ത്രീ പലവട്ടം ഈശോയുടെ മുമ്പിൽ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. പക്ഷേ അവസാനം നമുക്ക് കാണാം, ആ സ്ത്രീയെ ഏറ്റവും മഹോന്നതമായ രീതിയിൽ ഈശോ പുകഴ്ത്തി പറയുകയാണ്. ഇപ്രകാരം ഈശോ പറയുക, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 28-ാം തിരുവചനം. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. മടുപ്പുണ്ടായിട്ടും വഴികൾ തെളിയാതിരുന്നിട്ടും വഴികളെ എതിരായിട്ട് മാറിയിട്ടും ഈശോയുടെ മുമ്പിൽ അവൾ യാചിച്ചു എന്നുള്ളതാണ്. ഈശോയോട് അവൾ തർക്കിച്ചു എന്നുള്ളതാണ്. ഈശോയുടെ മുമ്പിൽ അവർ ശാഠ്യം പിടിച്ചു എന്നുള്ളതാണ്. ജീവിതത്തിൽ കാറ്റുണ്ടാകട്ടെ, കോളുണ്ടാകട്ടെ, ഇരുട്ടുണ്ടാകട്ടെ, നിൻ്റെ ദൃഷ്ടികൾ കർത്താവിലേക്ക് തന്നെയാണെങ്കിൽ നീ ജീവിതത്തിൽ അവൻ്റെ പ്രവർത്തനം ദർശിക്കും. കുടുംബത്തിൽ അവൻ്റെ സ്വാധീനം കാണും. ഒരു കാറ്റിനും കോളിനും നിൻ്റെ കർത്താവിലേക്ക് നോക്കുവാനായിട്ട് നിന്നെ തടസ്സപ്പെടുത്താൻ ഇടവരുത്താതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയുക. ഈശോയെ, ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും നിനക്ക് വേണ്ടി നിലകൊള്ളുവാനായിട്ട്, ചുറ്റുപാട് എന്തൊക്കെ സംഭവിച്ചാലും നിന്നിലേക്ക് നോക്കുവാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കട്ടെ. ഈ ദിവസത്തിന് വേണ്ട നന്മകൾ, കൃപകളെല്ലാം നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാ, ആരാധനയും സ്തുതി ബഹുമാ